ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണിത്. ബനാന ബ്രെഡ് സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ടിഫിൻ ബോക്സിൽ നമുക്ക് കൊടുത്തുവിടാനും പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പഴം എടുക്കുക. ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിലായാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ആയാലും മതി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഴം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പഴം ബട്ടറിൽ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ, 1 ടേബിൾ സ്പൂണോളം തേങ്ങ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പലിൻ്റെ ആയാലും മതി, അത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മതി. പിന്നെ ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് 2 നുള്ള് ഏലക്കാപ്പൊടി, ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു ഫ്ലേവറിന് 2 നുള്ള് മാത്രം മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴം ഉടയണം. അപ്പം ഈ ഒരു പരുവത്തിന് നമുക്ക് എടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബ്രെഡിൽ വെച്ചത് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബനാനയുടെ ഫില്ലിങ് വെച്ച് റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബനാനയുടെ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ശരിക്കും നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതങ്ങ് നന്നായിട്ട് ബ്രെഡിൽ തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ജാമൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് അതിനുശേഷം വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി 2 ബ്രെഡിലും കൂടി ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡും ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓയിലോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഫ്രൈ പാനിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ 2 വശവും നന്നായിട്ട് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബ്രെഡും ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രെഡാണിത് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബനാന സാൻഡ്വിച്ച് റെഡിയായി. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്